എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ ചെമ്പൂകാവിലുള്ള മൃഗശാല കാണാനാണ് വന്നിട്ടുള്ളത്. പന്ത്രണ്ട് വയസ്സ് മുതലാണ് ടിക്കറ്റ്. ഒരാൾക്ക് 20 രൂപയാണ് ചാർജായി ഈടാക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ആദ്യമായി തത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് റിയ എന്ന് പറയുന്ന ഒരു ഒട്ടക പക്ഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഒറ്റനോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ വെള്ളത്തിൽ ഇഴയുന്ന അരയന്നമായി തോന്നുമെങ്കിലും അതൊരു ശില്പമാണ്. ദക്ഷിണ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന കന്യാസ്ത്രീ ഇനത്തിൽപ്പെട്ട കൊക്കാണിത്. നമ്മുടെ നാട്ടുപുറത്ത് കണ്ടുവരുന്ന ചെമ്പരുന്ത് അല്ലെങ്കിൽ കൃഷ്ണപ്പരുന്ത് ഇനത്തിൽപ്പെട്ട പരുന്തുകളാണിവ. ദക്ഷിണേന്ത്യയിലെ മൂങ്ങകൾ രാത്രി സമയങ്ങളിൽ മാത്രമേ ഇവർക്ക് കാഴ്ച ലഭിക്കൂ. മുള്ളൻ പന്നികൾ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരനായി തോന്നുമെങ്കിലും ചില്ലറക്കാരനല്ല ഇവൻ. കുറുനരി, കുറുക്കനെന്നും പറയാം. എങ്ങനെയെങ്കിലും പുറത്തു ചാടാനുള്ള വെപ്രാളത്തിലാണ് രണ്ടുപേരും. ദക്ഷിണ ആഫ്രിക്കയിലെ മരുഭൂമികളിലും സമതലങ്ങളിലും കണ്ടുവരുന്ന ഒട്ടക പക്ഷികൾ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതായി തോന്നുമെങ്കിലും അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ചുമ്മാ വെറുതെ തലയിട്ടാട്ടി കളിക്കുകയാണ് അദ്ദേഹം. മധ്യ ഏഷ്യയിലെ കിഴക്കൻ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന പനിമാൻ വർഗത്തിൽപ്പെട്ട മാനുകളാണിവ. മാനിനങ്ങളിൽ തന്നെ കൃഷ്ണമൃഗം എന്ന് പറയുന്ന മാനുകളാണിവ. കലമാൻ ഒരു ഭാഗത്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് യുദ്ധമാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വന്നത് പോപ്പീനെയും രശ്മീനെയും കാണാനാണ്. ഇവരുടെ അപ്പുറത്ത് തന്നെ വേറൊരു ആളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ പുതിയ മൃഗശാലയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം.
പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ അശോകമരത്തിന് താഴെ വന്ന് കുറച്ച് നേരം റിലാക്സായി നിന്നു. നല്ല സുഖമാണ് അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നാഗലിംഗം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെ കാണാൻ സാധിച്ചു. ഈ നാഗലിംഗം എന്ന് പറയുന്ന ഈ വൃക്ഷത്തിൻ്റെ പൂവിന് വളരെയധികം നല്ലൊരു ഗന്ധമാണുള്ളത്. പിന്നെ നമ്മൾ വന്നത് കുട്ടികളുടെ പാർക്കിലേക്കാണ്. 10 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഇതിൽ ഇരിക്കാനുള്ള അനുവാദമുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കളുടെ കൂടെ മാത്രമേ പാർക്കിലേക്ക് അനുവാദമുള്ളൂ കുട്ടികൾക്ക്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കുളമായി തോന്നുമെങ്കിലും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അതിലൊരു മുതലയെ കാണാം. ചായാമുണ്ടി എന്ന് പറയുന്ന ഒരു പക്ഷിയെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പുള്ളിമാൻ, അദ്ദേഹം വളരെ സൗഹൃദത്തിലായിരുന്നു എന്നോടൊപ്പം. അടുത്തു വന്നു പോസൊക്കെ തന്നു അദ്ദേഹം. കുടുംബമായി വരുമ്പോൾ കുറച്ചു നേരം വിശ്രമിക്കാനുള്ള ഇടങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഹൗസ് ബോട്ടുകളാണ്. ഇവരിത്തിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവരെ 2 പേരെ മാത്രം. പിന്നെ നമ്മൾ കടുവയെ കാണാനാണ് പോയത്. വളരെയധികം കൗതുകം തോന്നിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അത്. അദ്ദേഹം വളരെയധികം വിശപ്പും ദേഷ്യം കൂടി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയത്. നല്ല രീതിയിൽ ഇരുന്ന് പോസൊക്കെ തരുന്നുണ്ടായിരുന്നു അദ്ദേഹം കുറച്ചു നേരം. ഇദ്ദേഹം കുറച്ച് പ്രശ്നക്കാരനാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥരായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് മയിലുകളെ കാണാനാണ്. ഞാനിങ്ങനെ മയിലുകളെ നോക്കിയിരിക്കുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ഒരു ചെറിയൊരു കുഞ്ഞുവാവ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കണ്ണിൽപ്പെട്ടത്. പിന്നെ നമ്മൾ സിംഹത്തെ ചോദിച്ചു നോക്കി, പക്ഷെ അദ്ദേഹം എന്തോ ഒരു ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. അവിടുന്ന് നേരെ വന്നത് പുള്ളിപ്പുലിയെ കാണാനാണ്. ഒരാൾ നല്ല ഉറക്കത്തിലാണ്. മറ്റൊരാൾ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ നടപ്പ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. മെല്ലെ മെല്ലെ ആണ് അദ്ദേഹം നടന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ കുരങ്ങന്മാരുടെ തീയെ വന്ന് ഫോക്കസായിട്ട് അമ്മയുടെ തല നോക്കി കൊടുക്കുക അദ്ദേഹം. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഫാമിലി ഫുള്ള് എൻജോയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഡിസ്റ്റർബൻസ് ചെയ്യാൻ പോയില്ല. പിള്ളേരുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നൈസായിട്ട്. മറുഭാഗത്ത് അവരുടെ പ്രസവ വേദന കൊണ്ട് കരയുകയാണ് അവരുടെ അമ്മ. എന്ത് നല്ല രീതിയിലാണല്ലേ മരങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. മരങ്ങൾക്കിടയിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരാളെ കാണാൻ നമുക്ക്. വേറെ ആരുമല്ല, നമ്മുടെ മലമ്പാമ്പാണത്. പിന്നെ നമ്മൾ കാണാൻ പോയത് പലതരത്തിലും വിഷമേറിയതും വിഷമേറാത്തതുമായ പാമ്പുകളെ കാണാനാണ് പോയത്.
പിന്നെ നമ്മൾ എന്തുകൊണ്ടും രാത്രി സമയങ്ങളിൽ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടെന്നാൽ ചട്ടിക്ക് റൗണ്ടായി കിടക്കുന്ന ആളെ കണ്ടില്ലേ, അദ്ദേഹം ചില്ലറക്കാരനല്ല, മൂർഖനാണ്. നമ്മളെപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും പരമാവധി എല്ലാവരും സൂക്ഷിച്ച് പോകാൻ നോക്കുക. ടോർച്ചങ്ങനെ കൈ പിടിക്കുക. മണൽപ്പാമ്പ് നോക്കിയേ, കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, നമുക്ക് മണ്ണിൽ മൂടി കിടക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ തല ഞാൻ കറക്റ്റായിട്ട് സൂം ചെയ്തൊന്നും പ്രതീക്ഷിക്കുന്നു. നോക്കിയേ, കണ്ടോ, വളരെ ഡേഞ്ചറാണ്, സൂക്ഷിക്കുക. പിള്ളേരൊക്കെ മണലിൽ പോയി കളിക്കുമ്പോൾ പരമാവധി മണലിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കാം. ഇത്രത്തോളം ഒന്നുമല്ല കേട്ടോ, ഈ കാണുന്നത് ഫുള്ള് പാമ്പിൻ്റെ കൂടാരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ പാമ്പുകളും ഉണ്ട്. ചില പെട്ടികൾ മാത്രം എംപ്റ്റി ആയിട്ടുള്ളൂ. ഡാർക്ക്നെസ് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കവർ ചെയ്യാഞ്ഞത്. പരമാവധി എല്ലാവരും വന്ന് ഇതെല്ലാം കാണാൻ ശ്രമിക്കുക. കുറച്ച് നാളും കൂടി ഉള്ളൂ ആമകളെ കാണാം. പിന്നെ അവസാനമായി ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ്, അത് മ്യൂസിയമാണ്. അത് ഇതിലും നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം. വളരെയധികം നന്ദി.